എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്ട്രീറ്റ് ഫുഡ് ഐറ്റം ആണ്. ഇതാണ് ചന ചാട്ട്. അപ്പോൾ നമ്മളിനി വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ നമുക്ക് സ്ട്രീറ്റ് ഫുഡ് ആയിട്ടുള്ള ചന ചാട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വലിയ കടലയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/2 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി കഴുകിയ ശേഷം ഓവർനൈറ്റാണ് ഞാൻ സോക്ക് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ ചേർത്ത ശേഷം നന്നായി കഴുകിയെടുക്കാം. അങ്ങനെ ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളക്കടല ഒന്ന് നോക്കാം. ഇത് നന്നായി വീർത്ത് വന്നിട്ടുണ്ട്, ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയ ശേഷമാണ് നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇങ്ങനെ കടലയൊക്കെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. കൂടുതൽ ഗ്യാസിൻ്റെ ചിലവൊന്നും വരുമില്ല. അതിനത് ഞാൻ കുക്കർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടല ചേർക്കാം. ഇനി നമുക്ക് കടല വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. എപ്പോഴും കടലയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിലേക്ക് വേണം വെള്ളം വരാൻ. ഞാൻ ഇവിടെ ഇപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്, 1/2 കപ്പ്. അങ്ങനെ 1.5 കപ്പ് വെള്ളത്തിൽ നമുക്കത് വേവിച്ചെടുക്കാം. കടല വേവിക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ കല്ലുപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചു വെച്ച ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ 3 തൊട്ട് 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. കടല വേവുമ്പോഴേക്കും നമുക്കൊരു പൊട്ടറ്റോയും കൂടി വേവിച്ചെടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് നന്നായി കഴുകിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനത്തെ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായി പീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പൊട്ടറ്റോ എല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് ചേർക്കാം. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വയ്ക്കാം. കട്ട് ചെയ്ത ഉടനെ തന്നെ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളറ് മാറാതിരിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്നിട്ട് നന്നായി ഒന്ന് കഴുകിയ ശേഷം നമുക്ക് ഇതും വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് പൊട്ടറ്റോ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഒരു സോസ് പാനിലേക്ക് ചേർക്കാം. ഞാൻ സോസ് പാനിൽ 1.5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ പൊട്ടറ്റോ ചേർത്ത് വേവിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്താണ് വേവിച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നന്നായി വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നമുക്കിത് കടിക്കാൻ പറ്റുന്ന രീതിയിലാണ് പൊട്ടറ്റോ വെന്ത് കിട്ടേണ്ടത്. നമുക്ക് പൊട്ടറ്റോ ഒന്ന് വെന്തോ എന്നുള്ളത് നോക്കാം. ഇതാ ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം സ്ട്രെയിൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കടലയുടെ 3 വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അരമണിക്കൂർ നേരം കഴിഞ്ഞ് തണുത്ത ശേഷമാണ് നമ്മളത് തുറന്ന് നോക്കുന്നത്. ഇതാ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളം മാറ്റി, ഇതിൽ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട 2 ചട്നിയും കൂടി തയ്യാറാക്കാനുണ്ട്. ടാമറിൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത ശേഷം ഒന്ന് കുതിരുന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്പം മിൻ ലീവ്സാണ് ചേർക്കുന്നത്. ഒരു പിടി മിൻ ലീവ്സാണ് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഒരു പിടി കൊറിയാണ്ടർ ലീവ്സും കൂടി മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 പച്ചമുളകാണ്. അതുപോലെ തന്നെ 2 വെളുത്തുള്ളിയും ചേർക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞ് ചേർക്കാം. എന്നിട്ടാണിത് അടിച്ചെടുക്കുന്നത്. ഇതിൻ്റെ കുരു വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത ശേഷം നമുക്ക് നന്നായി അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് അരഞ്ഞു കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പുളിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായി ഞെരടി പിഴിഞ്ഞെടുക്കാം. അതിനത് പുളിയൊക്കെ നന്നായി പിഴിഞ്ഞ് അരിച്ചൊഴിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമ്മുടെ ടാമറിൻ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ബ്ലാക്ക് സോൾട്ടാണ്, കാലനമക്ക്. ഇതൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. പഞ്ചസാരയുടെ അളവൊക്കെ പുളിയുടെ ലെവലനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പഞ്ചസാര അലിയുന്നവരെയാണ്
ഇളക്കി യോജിപ്പിക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീര പൗഡർ ചേർക്കാം, ക്യുമിൻ പൗഡർ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൽ പകുതിയായിട്ട് ചാട്ട് മസാലയും ചേർക്കാം. എന്നിട്ട് നന്നായിരുന്നു പൊടികളെല്ലാം മിക്സ് ആവുന്നവരെ ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ടാമറിൻ ചട്നി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. നല്ല കട്ട തൈര് വേണം. ഇതൊരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത കട്ട തൈരാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ചന ചാട്ടിൽ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് വെജിറ്റബിൾസും കൂടി ഇടാറുണ്ട്. ഒരു ചെറിയൊരു തക്കാളി, പിന്നെ ഒരു പകുതി കുക്കുംബർ, പിന്നെ വേണ്ടത് ഒരു പകുതി സവാള, അതുപോലെ ഒരു പച്ചമുളക്. ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഫൈനലി ചോപ്പ് ചെയ്ത് വയ്ക്കാം. ഞാനിത് മിക്സ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളക്കടലയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ടാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ചാട്ട് മസാല ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 തൊട്ട് 1/4 ടീസ്പൂൺ ജീര പൗഡറാണ്, ക്യുമിൻ പൗഡർ. ആദ്യം നമുക്ക് ഈ പൊടികളും അതുപോലെ തന്നെ കടലയും പൊട്ടറ്റോ ആയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ടാമറിൻ സോസാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് ഗ്രീൻ ചട്നി. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് ചേർക്കാം. കുക്കുംബറാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത്. അതുപോലെ സീഡൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ടൊമാറ്റോ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അല്പം നാരങ്ങ നീരാണ് ചേർക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് യോഗർട്ടാണ് ചേർക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർക്കാം. ടാമറിൻ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് അല്പം മിൻ ചട്നി. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. എന്താ നമ്മുടെ ചന ചാട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എന്താ നമ്മളിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റുകയാണ്. കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് പപ്പടയും കൂടി ഒന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട്. അല്പം യോഗർട്ടും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ചേർക്കുന്നുണ്ട്. കഴിക്കുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ ഈ പപ്പടി ഒന്ന് പൊടിച്ച് ചേർക്കേണ്ടത്. ഞാനിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡ് ഐറ്റമാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. ചന ചാട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.